നമ്മൾ ഈ എർലിംഗ് ഹാളൻഡ്, മാർട്ടിൻ ഓഡെഗാർഡ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് താരങ്ങൾ ഒരു ടീം ലോകകപ്പിലെത്തി. നോർവേ. അതെ ഈ നോർവേ 28 വർഷം എന്നുള്ള വലിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ആണ് ലോകകപ്പിന് എത്തുന്നത്. അപ്പോൾ അവർ അടുത്ത റൗണ്ടിലേക്ക്, റൗണ്ട് ഓഫ് 32 ക്വാളിഫൈ ചെയ്ത സമയത്ത് അവർ നടത്തിയൊരു സാധനമുണ്ട്, ഈ വൈക്കിംഗ് റോ എന്ന് പറഞ്ഞിട്ട് വലിയൊരു സെലിബ്രേഷൻ. അത് ഗാലറിയും താരങ്ങളും എല്ലാവരും ഒരുമിച്ച് ചെയ്യുമ്പോൾ അത് വലിയൊരു ആംബിയൻസ് ഗാലറിയിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേഡിയത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ ഒരു വൈക്കിംഗ് റോ? എന്താണ് അതിന് പിന്നിലുള്ള ഒരു, എന്താണ് അത്, അതും ഈ ഒരു ടീമുമായിട്ടുള്ള ബന്ധം എന്താണ്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ കായിക മത്സരങ്ങൾ ഏറ്റവും പ്രകടനാത്മകമായ ഒരു സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഫുട്ബോളിലോ ക്രിക്കറ്റിലോ അല്ല, അത് റഗ്ബിയിൽ നമ്മൾ കാണുന്നത്. അതായത് ന്യൂസിലാൻഡ് റഗ്ബി ടീമിന്, ഓൾ ബ്ലാക്സ് എന്നറിയപ്പെടുന്ന ന്യൂസിലാൻഡ് റഗ്ബി ടീമിന് ഒരു ഹക്ക ഡാൻസ്, അത് അവരിങ്ങനെ ഒരു യുദ്ധ മുറവിളി പോലെ, അതായത് അവരുടെ ഒരു മവോറി പാരമ്പര്യത്തിൽ നിന്ന് വന്നതാണത്. അപ്പോൾ അത് വളരെ ആഘോഷപരമായിട്ടും ആചാരപരമായിട്ടും അവർ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പതിപ്പാണ്, ഒരു ഫുട്ബോൾ പതിപ്പാണ് ഈ വൈക്കിംഗ് റോ സെലിബ്രേഷൻ എന്ന് പറയാം. അപ്പോൾ നോർവേ ശരിക്കും പറഞ്ഞാൽ നോർവേ വൈക്കിങ്ങുകളുടെ പിൻഗാമികളാണ് തങ്ങളെന്നാണ് അവർ അഭിമാനപൂർവ്വം പറയുന്നത്. അപ്പോൾ ഈ വൈക്കിങ്ങുകൾ ആരാന്ന് വെച്ചാൽ 8-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെ ഉത്തര സമുദ്രങ്ങളിൽ ഇങ്ങനെ സമുദ്ര സഞ്ചാരികളായിരുന്നു. അപ്പോൾ അവരെക്കുറിച്ച് നമ്മൾ സാങ്കേതികമായി പറയുമ്പോൾ അത്രയും അവരെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അവർ മറ്റു പല മേൽവിലാസങ്ങളും അവർക്കുണ്ടായിരുന്നു. അവർ കപ്പൽ നിർമ്മാതാക്കളായിരുന്നു, പര്യവേഷകരായിരുന്നു, അതുപോലെ തന്നെ തിമിംഗല വേട്ടക്കാരായിരുന്നു, കർഷകരായിരുന്നു, ആ രീതിയിൽ. അപ്പം പിന്നെ അതോടൊപ്പം തന്നെ അവരെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. അതായത് അവർ അതിക്രൂരന്മാരായിരുന്നു, തങ്ങൾ പോയിരുന്ന സ്ഥലങ്ങളിലുള്ളവരെ കൊള്ളയടിച്ച് ആ രീതിയിൽ കൊലപ്പെടുത്തിയവരെന്നായിരുന്നു എന്നും പറയുന്നുണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് എല്ലാ സമൂഹങ്ങളും ഉണ്ടായിരുന്ന ഒരു ക്രൂരത അവർക്കുണ്ടായിരുന്നു എന്നാണ് അവരനുകൂലിക്കുന്നവർ പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ അവർക്കൊരു ജനാധിപത്യ വ്യവസ്ഥ ഉണ്ടായിരുന്നു. അവരുടെ ഒരു ജനാധിപത്യ സഭ, തിങ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യ സഭ അവർക്കുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അന്നത്തെ യൂറോപ്യൻ സമൂഹത്തിൽ ഉണ്ടായിരുന്ന മറ്റു സമൂഹങ്ങളിലുണ്ടായിരുന്ന സ്ത്രീകളെക്കാൾ സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നു. അതായത് പ്രോപ്പർട്ടി കൈവശം വെക്കാൻ, വിവാഹമോചനത്തിന് സ്വയം ഇനീഷ്യേറ്റീവ് എടുക്കാൻ, ഈ രീതിയിലുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ അവർ ലോക ചരിത്രത്തിന് നൽകിയ സംഭാവനകളും വളരെ വിസ്മരിക്കാൻ പറ്റാത്തതാണ്. കാരണം കൊളംബസ് അമേരിക്കയിൽ കാലുകുത്തുന്നതിന് 500 വർഷം മുമ്പ് വൈക്കിങ്ങുകൾ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിൽ എത്തിയിട്ടുണ്ട്. അതായത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ എത്തിയിട്ടുണ്ട്. കാനഡയിലെ ഒരു ന്യൂ ഫൗണ്ട്ലാൻഡ്, ഇന്നും ന്യൂ ഫൗണ്ട്ലാൻഡ് എന്നറിയപ്പെടുന്നൊരു സ്ഥലത്ത് കാലുകുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് അവർ നൽകിയൊരു സംഭാവനയാണ്. അപ്പോൾ അവർ ഇപ്പം പല ഇംഗ്ലീഷ് ഭാഷയിലെ വളരെ ലളിതമായ നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന പല വാക്കുകളും, ഇപ്പോൾ സ്കൈ, എഗ്ഗ്, നൈഫ്, ഹസ്ബൻഡ്, വിൻഡോ, ഇതൊക്കെ ശരിക്കും വൈക്കിങ്ങുകളുടെ ഒരു നോർസ് ലാംഗ്വേജിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ആ രീതിയിൽ പല സംഭാവനകളും നൽകിയിട്ടുള്ളവരാണ്. അപ്പോൾ അവരുടെ ഒരു പിൻഗാമികളാണ് തങ്ങളെന്നാണ് ശരിക്കും പറഞ്ഞാൽ നോർവേക്കാർ പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ സ്കാൻഡിനേവിയൻ കൺട്രീസിനെല്ലാം പറയാം, സ്വീഡന് പറയാം, ഡെൻമാർക്കിന് പറയാം, അവരുടെയൊക്കെ പിൻഗാമികൾ. പക്ഷേ അതിനെ ഏറ്റവും റൊമാൻറ്റിസൈസ് ചെയ്തുകൊണ്ട് അവരുടെ പിൻഗാമികളാണ് തങ്ങളെന്ന് ഉയർത്തിപ്പിടിക്കുന്ന ആൾക്കാരാണ് നോർവേ. അവരുടെ ഒരു ടൂറിസം ആ രീതിയിൽ അങ്ങനെയാണ് അത് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത്, വൈക്കിങ്ങുകളുടെ നാട് എന്നുള്ള രീതിയിൽ. പിന്നീട് നമുക്കറിയാം വളരെ പ്രശസ്തമായ ഒരു സീരീസ് ദ വൈക്കിങ്സ് എന്നൊരു സീരീസ് ഉണ്ട്. അപ്പോൾ അതും ഇതിനൊരു വലിയ ഒരു പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നോർവേ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ്, ലോകകപ്പിന് വരുന്നതിന് മുമ്പ് അവരുടെ ഫോട്ടോഷൂട്ട് ഒരു വൈക്കിംഗ് വേഷത്തിലായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള അത് ശരിക്കും പറഞ്ഞാൽ ആ വൈക്കിംഗ് ഒരു അഭിമാനം, വൈക്കിംഗ് പൈതൃകം ലോകത്തിന് മുൻപിൽ തുറന്നു കാണിക്കാനുള്ളൊരു ഏറ്റവും വലിയൊരു അവസരമായിരുന്നു അവർക്ക് ഈ വേൾഡ് കപ്പ്. അപ്പോൾ അവരുടെ ആരാധകരാണ് ആദ്യം അതിന് തുടക്കമിട്ടത്. പിന്നീട് അവർ ടീം ഏറ്റുപിടിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ട് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു പാർലമെൻറ്റിൽ വരെ ഒരു വൈക്കിംഗ് റോ സെലിബ്രേഷൻ, ടീമിന് പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള സെലിബ്രേഷൻ നടന്നു. ഇപ്പോൾ നമ്മൾ ഈ എർലിംഗ് ഹാളൻഡിനെ പറ്റി സംസാരിക്കുമ്പോൾ ആൾ ഓൺ ഫീൽഡിൽ ഭയങ്കര അഗ്രസീവാണ്. അത് നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു അഗ്രഷൻ അല്ല, അതായത് ഒരാളുടെ ദേഷ്യം പ്രകടിപ്പിക്കുന്ന രീതിയല്ല, സ്വയം ഒരു എക്സ്പ്ലോസീവായിട്ട് നിൽക്കുന്ന രീതിയാണ്. അതിനെ പലപ്പോഴും കോട്ട് ചെയ്യുന്നത് നോർവീജിയൻ മെൻറ്റാലിറ്റി എന്നുള്ളതാണ്. ഈ നോർവീജിയൻ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു ടെക്നിക്കലി ആ ടേം അല്ലെങ്കിൽ എന്താണ് നോർവീജിയൻ മെൻറ്റാലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോർവീജിയൻ മെൻറ്റാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മളിപ്പം അവരുടെ ഒരു വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അവരിപ്പം വൈക്കിങ്ങുകളുടെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അവർ കടൽ കൊള്ളക്കാരെന്നും പറയുന്നുണ്ട്, കർഷകരെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു കടൽ കൊള്ളക്കാരുടെ ഒരു വീര്യവും കർഷകരുടെ ഒരു ശാന്തതയും, അപ്പം ഒരു ശാന്തരായ യുദ്ധവീരന്മാർ എന്നുള്ള രീതിയിലാണ്. അപ്പം അവരുടെ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം അവർ ചെയ്യും എന്നുള്ളത്, അത് വളരെ പ്രകടനാത്മകമായിട്ട് ചെയ്യുന്നു എന്നല്ല. അപ്പം ഈ പറഞ്ഞ പോലെ ഹാളണ്ട് നിരന്തരം ഗോളടിച്ച് കൂട്ടും, ആരെയും കൂസലില്ലാതെ നടക്കും എന്ന് പറയുന്നു. അപ്പോൾ ആ രീതിയിലുള്ളൊരു ഇതുണ്ട്. പിന്നെ അവരുടെ ഒരു ഫിസിക്കൽ അഡ്വാൻറ്റേജ് ഭയങ്കര. അപ്പം ഇപ്പോൾ ഈ ലോകകപ്പിന് വരുന്ന ടീമുകൾ ഏറ്റവും ആവറേജ് ഹൈറ്റുള്ള ടീമുകൾ ഒന്നാണ് നോർവേ, മറ്റൊന്ന് ബോസ്നിയാണ്. അപ്പോൾ 182.5 ആണ് അവരുടെ ഒരു ആവറേജ് ഹൈറ്റ്. നമ്മുടെ നാട്ടിലേക്ക് ഏറ്റവും വലിയൊരു ഹൈറ്റാണ് അത് ശരിക്കും 187.5. അപ്പം അതിൽ ഹാളണ്ടിൻ്റെ ഹൈറ്റ് 195. ഹാളണ്ട് പോലും അല്ല ആ ടീമിൽ ഏറ്റവും ഹൈറ്റുള്ള ഒരാൾ. പിന്നെ 196 ഉള്ള സോർലോത്ത് ഉണ്ട്.
അപ്പം ആ രീതിയിൽ 190 അപ്പുറമുള്ള താരങ്ങളുണ്ട്. അപ്പോൾ ഫിസിക് ഒരു വലിയ ഘടകം തന്നെയാണ്. പിന്നെ അവരുടെ ഈ കാർഷിക സംസ്കാരം അപ്പം വലിയതാണ്. അപ്പം ഹാലൻഡ് തന്നെ എൻ്റെ മാജിക് ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു പാലിനെയാണ് പറയാറ്. പച്ചപ്പാലിൽ ഹെർബ്സ് കുറേ പച്ചമരുന്നുകളൊക്കെ ചേർത്തിട്ട് കുടിക്കുന്നതാണ് എൻ്റെ കരുത്തിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ. ഹാലൻഡ് അത് ആർക്കും വേണ്ടി മാർക്കറ്റ് ചെയ്യുന്നതല്ല, അത് സ്വന്തം നാടിന് മാർക്കറ്റ് ചെയ്യാമെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഒരു ക്ലബ്ബുകൾ ഇപ്പം ഈ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വാർത്തകളുണ്ടായിരുന്നു. അവരുടെ ഒരു ഹാലൻഡ് കളിച്ചു വരുന്ന ക്ലബ്ബ് ബ്രൈൻ FK എന്ന് പറഞ്ഞ ക്ലബ്ബ്, അവർ മാൻ ഓഫ് ദി മാച്ചിന് കൊടുക്കാറുള്ളത് കണ്ടിട്ടില്ലേ? 50 മുട്ട ട്രേ ആയിട്ട് ഒരു 50 കുപ്പി പാല്, അതുപോലെ തന്നെ ഇതുപോലത്തെ മാംസം, ഈ ഫാം പ്രൊഡക്ട്സ്. അപ്പോൾ അവരുടെ ഒരു കാർഷിക സംസ്കൃതി വിളിച്ചു പറയാനുള്ളൊരു കാര്യം കൂടിയാണ് അവർക്ക്. അപ്പോൾ ബേസിക്കലി ഒരു കർഷകൻ്റെ അധ്വാനശീലവും അതുപോലെ തന്നെ ഈ ഒരു കടൽ കൊള്ളക്കാരുടെ ഒരു വീര്യവും ഒക്കെ ഒത്തുതീർന്ന് ആ രീതിയിലാണ് അവരുടെ മെന്റാലിറ്റിയെ നമ്മൾ കാണേണ്ടത് ശരിക്കും. ഇപ്പോൾ ഈ നോർവേയുടെ തൊട്ടടുത്ത് കിടക്കുന്ന സ്കാൻഡിനേവിയ രാജ്യങ്ങളാണ്, ഒന്ന് സ്വീഡൻ, മറ്റൊന്ന് ഡെൻമാർക്കൊക്കെ. ഇവരെ നമ്മൾ പലപ്പോഴും ലോകവേദികൾ കാണാറുണ്ട്, യൂറോ ടൂർണമെന്റുകൾ കാണാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നോർവേ പലപ്പോഴും നമ്മൾ പറഞ്ഞ 28 വർഷത്തെ ഗ്യാപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ആൽഫി ഹാലൻഡ് ഒക്കെ കളിച്ചിരുന്ന ഒരു സമയത്ത് കളിച്ച് പിന്നീട് എർലിംഗ് ഹാലൻഡ് കളിക്കേണ്ടി വരുന്നു ഈ ഒരു കപ്പിലേക്ക്. അപ്പോൾ ഇത്രയും ഗ്യാപ്പ് വരാൻ എന്താണ് നോർവേക്ക്, ഈ മറ്റു രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് നോക്കും, എന്താണ് നോർവേക്ക് ലാക്ക് ചെയ്തത്? നോർവേ ശരിക്കും പറഞ്ഞാൽ നല്ല ടീമായിരുന്നു. അപ്പം 1930s അവർ നല്ല ടീമാണ്. അപ്പം 1934 36 ഒളിമ്പിക്സിൽ അവർ വെങ്കലം നേടുന്നുണ്ട്. 38 വേൾഡ് കപ്പ് അവർ കളിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് ഒരു 50 വർഷം ശൂന്യതയാണ്. പിന്നീട് ഒരു 50 വർഷം എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അവർ ഫുട്ബോളിൽ ഒരു മത്സര കോമ്പറ്റീറ്റീവ് സ്പോർട്ടായിട്ട് കണ്ടില്ല എന്നില്ല. അവർ അമച്വർ നിലവാരത്തിലാണ് അവരുടെ ദേശീയ ടീമിനെയും കൊണ്ടുവരുന്നത്. അതായത് പ്രൊഫഷണലായി പുറത്തു പോയി കളിക്കുന്ന താരങ്ങൾ അന്നും നോർവേക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അവരെ ദേശീയ ടീമിലേക്ക് എടുത്തിരുന്നില്ല. അപ്പോൾ ആ രീതിയിൽ അമച്വർ നിലവാരത്തിൽ അമച്വർ ലെവലിലാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അത് മാറ്റം വരുന്നത് 1990s എജിൽ ഓൾസൺ എന്ന് പറഞ്ഞ അവരുടെ ലെജൻഡറി ആയിട്ടുള്ള കോച്ച് വന്നതിന് ശേഷം, എജിൽ ഡ്രില്ലോ ഓൾസൺ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതിനെ ഡ്രില്ലോ എന്ന് പറയാൻ കാരണം അദ്ദേഹം കളിക്കുന്ന കാലത്ത് നല്ല ഡ്രിബ്ലിംഗ് ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു. അപ്പോൾ എജിൽ ഡ്രില്ലോ ഓൾസൺ. അപ്പോൾ അദ്ദേഹം വന്നതിന് ശേഷം 1990s അവർ അതിഗംഭീരമായൊരു ടീം, അവരുടെ ഒരു ഫസ്റ്റ് ഗോൾഡൻ ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 1994 വേൾഡ് കപ്പിന് അവർ യോഗ്യത നേടി, 1998 വേൾഡ് കപ്പിന് അവർ യോഗ്യത നേടി. അതിനേക്കാളും വലിയൊരു നേട്ടം അവർക്കുണ്ടായിരുന്നു. 1993 അവർ ഫിഫ റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്തെത്തി. അതൊരു ചെറിയ രാജ്യത്തിന്, ഇപ്പം നോർവേയിലെ ജനസംഖ്യ 58 ലക്ഷം 60 ലക്ഷം ആ റേഞ്ചിലാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ അവർ ഫിഫ റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്തെത്തി. പിന്നെ അതുപോലെ തന്നെ അവർ 1994 വേൾഡ് കപ്പിൽ ക്വാളിഫൈ ചെയ്തിട്ട് അയർലാൻഡ്, മെക്സിക്കോ, ഇറ്റലി തുടങ്ങിയവർ അടങ്ങുന്ന ഗ്രൂപ്പിലായിരുന്നു. അപ്പോൾ അവർ ഒരു ജയം 2 സമനില 4 പോയിന്റ്. ആ ഗ്രൂപ്പ്, അതുപോലെ ഒരു വിചിത്രമായ ഗ്രൂപ്പ് ഇതുവരെ ലോകകപ്പിൽ ഉണ്ടായിട്ടില്ല. ആ 4 ടീമുകൾക്കും 4 പോയിൻ്റായിരുന്നു. ഗ്രൂപ്പിലെ 4 ടീമുകൾക്കും 4 പോയിന്റ്, 4 ടീമുകളുടെയും ഗോൾ ഡിഫറൻസ് 0. പിന്നെ ഗോൾ അടിച്ച എണ്ണം നോക്കിയിട്ടാണ് അത് നെക്സ്റ്റ് റൗണ്ടിലേക്ക് ടീമുകൾ പോയി. അവിടെയാണ് നോർവേ വീണ് പോയത്. അവർ 1 ഗോളേ അടിച്ചിട്ടുണ്ടായിരുന്നു, മറ്റു 3 ടീമുകളും 2 ഗോൾ കൂടുതൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലാണ് അവർ പിന്നോട്ട് പോയത്. പക്ഷേ അത് 1998 വന്നപ്പോൾ അവർ വീണ്ടും ലോകത്തെ ഞെട്ടിച്ചു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രസീലിനെ തോൽപ്പിച്ചിട്ടാണ് അവർ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകുന്നത്. ഇപ്പോഴും ബ്രസീലിനെതിരെ ഒരു വിൻ പെർസെൻറ്റേജിൽ അപൂർവ ടീമുകളിലൊന്നാണ് നോർവേ. ബ്രസീലിനെതിരെ അവർ 4 മത്സരം കളിച്ചു, 2 കളി ജയിച്ചു, 2 കളി സമനിലയായി. പിന്നെ അർജന്റീനയ്ക്കെതിരെ 2 കളി ജയിച്ചു, 2 കളിയും ജയിച്ചു. അപ്പം ബ്രസീലിനെതിരെയും അർജന്റീനയ്ക്കെതിരെയും വിൻ പെർസെൻറ്റേജിലുള്ള ഒരു ടീമാണ് നോർവേ. പക്ഷേ നോർവേയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ജനറേഷൻ വന്നു, പിന്നീട് ഒരു വലിയ ഗ്യാപ്പ് വന്നു, പിന്നെ അടുത്ത ജനറേഷൻ വരുന്നു. ആ രീതിയിൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഇത് അവർക്ക് തുടരാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ജനറേഷനിൽ തന്നെ നമുക്കൊരു വളരെ രസകരമായൊരു കാര്യമുണ്ട്. ഒരു ജനറേഷൻ വന്ന് അവരുടെ മക്കളാണ് അടുത്ത ജനറേഷനിൽ വരുന്നത്. 3 താരങ്ങൾ ഈ പ്രാവശ്യം കളിക്കുന്നുണ്ട്. സോർലോത്തിൻ്റെ ഇതായിരുന്നു, ഹാളണ്ടിൻ്റെ പിതാവ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ആ ഒരു ജനറേഷൻ വന്ന് അടുത്ത മക്കൾ വരാനുള്ള ഒരു കാലം അങ്ങനെയാണ്. അവരൊരു വലിയൊരു പീക്ക് വരും, പിന്നെ വലിയൊരു താഴ്ച വരും, പിന്നെ അത് കുറച്ച് കാലം പോകും, പിന്നെ വലിയൊരു പീക്ക് വരും. ഈ രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഫുട്ബോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ കൺസിസ്റ്റൻ്റ്, ഇപ്പോൾ സ്വീഡനോ ഡെൻമാർക്കോ പോലെ അവരുടെ അയൽക്കാരെ പോലെ അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയൊരു ഇതല്ല. പക്ഷേ ഈ പീക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം സ്വീഡൻ്റെ അതിനേക്കാളും നല്ല പീക്കാന്ന് വേണമെങ്കിൽ പറയാം. ഇത് അവർക്ക് വലിയൊരു സുവർണാവസരമാണ് ശരിക്കും പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ ലോകവേദിയിൽ ഈ നോർവീജിയൻ മെന്റാലിറ്റി കാണിക്കുന്ന മറ്റൊരു പേര് മാഗ്നസ് കാൾസൺ ആണ്. നമ്മൾ പറയും ആള് കാമാണെന്ന് വെച്ചാൽ കാമാണ്, എക്സ്പ്ലോസീവ് ആണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അഗ്രസീവ് ആണെന്ന് വെച്ചാൽ ആ രീതിയാണ്. അപ്പം അത് ചെസ്സ് പോലത്തെ ഒരു ഇൻഡിവിജ്വൽ ഗെയിമിൽ മാഗ്നസ് കാൾസനെ പോലത്തെ ഒരു വലിയ പേര് അവർക്ക് സ്വന്തമായിട്ടുണ്ട്. ഇപ്പോൾ ലോകവേദിയിൽ വേൾഡ് കപ്പിൽ എർലിംഗ് ഹാലൻഡ് നയിക്കുന്ന ഒരു ടീം കളിക്കുന്നുണ്ട്. അതായത് രണ്ടും 2 ടൈപ്പ് ഓഫ് സ്പോർട്ടാണ്, അല്ലെങ്കിൽ 2 തരത്തിൽ 2 എക്സ്ട്രീമിൽ നിൽക്കുന്ന സ്പോർട്സാണ്. ഇപ്പോൾ ഇത്തരം മൾട്ടി സ്പോർട്സിൽ ഇപ്പം ഈ ഒരു അടുത്ത കാലത്ത് ഇത്രയും വലിയൊരു ബൂം ഉണ്ടാവാൻ എന്താണ് നോർവേയിൽ സംഭവിച്ചിട്ടുള്ളത്? എന്താണ് ആ ഒരു ഒരേപോലെ ഈ ഒരു സ്പോർട്ടിനൊക്കെ കൊണ്ടുപോകാൻ അവർക്ക് എങ്ങനെയാണ് പറ്റുന്നത്? ശരിക്കും പറഞ്ഞാൽ കാൾസനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് പറയാം, കാൾസൺ പെരുമ്പാവിനെ പോലെയാന്ന് പറയാറുണ്ട്. കാൾസൺ എതിരാളികളെ നിഷ്കരണം തീർത്ത് വരിഞ്ഞു മുറുക്കി മെല്ലെ തീർത്ത് കളിയുന്ന ഒരാളാന്ന് പറയാറുണ്ട്.
അപ്പം നേരത്തെ പറഞ്ഞ പോലെ കാൾസൺ ചെസ്സിൽ ഒരു ബോർഡ് ഗെയിമിൽ അവർക്കൊരു ലോക 1-ാം നമ്പർ താരമുണ്ട്. അതുപോലെ തന്നെ കോൺടാക്ട് സ്പോർട്ടായ ഫുട്ബോളിൽ ഒരു വലിയ താരമുണ്ട്. അതുപോലെ തന്നെ ഗോൾഫിൽ അവർക്ക് വിക്ടർ ഹോയ്ലാൻഡ് ഉണ്ട്, അതേ PGA ടൂറിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കാസ്പർ റൂഡ്, നമുക്കറിയാം ഫ്രഞ്ച് ഓപ്പൺ ഫൈനലിസ്റ്റ് ആയിരുന്ന കാസ്പർ റൂഡ് ഉണ്ട്. കാർസ്റ്റൻ വാർഹോം, ഒളിമ്പിക്സിൽ അഡൻ ബീറ്റ് ആർഡിസിലെ ഒരു ലെജൻഡ് എന്ന് പറയാവുന്ന കാർസ്റ്റൻ വാർഹോം, അദ്ദേഹത്തിൻ്റെ ജയിച്ചതിന് ശേഷം ടോക്കിയോ ഒളിമ്പിക്സ് ജയിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷൻ വളരെ കണ്ണൊക്കെ ഇങ്ങനെ തള്ളിയിട്ട് ജയിച്ച് ഇങ്ങനെ വലിച്ചു കീറിയ ഒരു സെലിബ്രേഷൻ ഉണ്ട്. അതിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനാവുന്നത്. പിന്നെ യാക്കൂബ് ഇന്നബ്രിസ്റ്റൻ എന്ന് പറഞ്ഞിട്ട് ഒരു മധ്യദൂര ഓട്ടക്കാരൻ, 1500 മീറ്റർ ടോക്കിയോയിലും 5000 മീറ്ററിൽ പാരീസിലും സ്വർണം നേടിയ. പിന്നെ അഡാ ഹെഗർബർഗ് എന്ന് പറഞ്ഞൊരു മികച്ച വനിതാ താരം, ആദ്യത്തെ ബലൻഡിയോർ, വനിതകൾക്കുള്ള ആദ്യത്തെ ബലൻഡിയോർ സ്വന്തമാക്കിയതാണ്. ഇതൊരു വളരെ വൈവിധ്യമായ സ്പോർട്ടാണ്. അപ്പം നമുക്ക് ദ ഗ്രേറ്റസ്റ്റ് സ്പോർട്ടിംഗ് നേഷൻ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അവരുടെ ലിസ്റ്റിൽ ശരിക്കും US-നെയും ചൈനയും പിന്തള്ളി 1-ാം സ്ഥാനത്ത് വരുന്നൊരു രാജ്യമാണ് നോർവേ. അതിനൊരു പ്രധാന കാരണം അവർക്ക് വിൻ്റർ ഒളിമ്പിക്സിൽ അവർക്കുള്ള ഒരു അപ്പുറമായിട്ടാണ്. കാരണം വിൻ്റർ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യമാണ് നോർവേ. 405 മെഡൽ അവർ വിൻ്റർ ഒളിമ്പിക്സിൽ നേടിയിട്ടുണ്ട്. അതിന് കാരണം നമുക്ക് പറയാം അവരുടെ ഒരു ഭൂപ്രകൃതി, അവരുടെ അനുകൂല സാഹചര്യങ്ങൾ എന്ന് പറയാം. പക്ഷേ ഇതുപോലെ എല്ലാ സ്പോർട്ടിലും ഒരു മൾട്ടി സ്പോർട്ടുകളിൽ അങ്ങനെ മികവ് പുലർത്തുന്നതിന് ഒരു ഉത്തരം അവരുടെ ഒരു കായിക നയത്തിന് തന്നെയാണ്. അത് ഇദ്രെറ്റ്സ്ഗ്ലെഡ് എന്നറിയപ്പെടുന്നത്, ഈ നോർവീജിയൻ ഭാഷ ഇദ്രെറ്റ്സ്ഗ്ലെഡ്. അതിൻ്റെ അർത്ഥം ശരിക്കും ജോയ് ഓഫ് സ്പോർട്സ് എന്ന ആനന്ദം. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു 13 വയസ്സ് വരെ നോർവേയിൽ എല്ലാ കുട്ടികളും എല്ലാ സ്പോർട്ടിലും ഇഷ്ടമുള്ള സ്പോർട്ടുകളിൽ എല്ലാവർക്കും മത്സരിക്കാം. അപ്പോൾ അതിന് നിബന്ധനകളില്ല, അതിന് മത്സരങ്ങളില്ല, റാങ്കിങ് ഇല്ല, മെഡൽ പട്ടികയില്ല, എല്ലാ സ്പോർട്ടിലും മത്സരിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഹാളണ്ട് തന്നെ ഗോൾഫിൽ, സ്കീയിങ്ങിൽ, അത്ലറ്റിക്സിൽ, ഹാൻഡ്ബോളിൽ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഫുട്ബോളിൽ ഉറപ്പിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ എല്ലാ കായിക ഇനങ്ങളും അവർ പറ്റുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർക്കൊരു നോർസ് ടിപ്പിംഗ് എന്ന് പറഞ്ഞ ലോട്ടറി ഉണ്ട്, ഒരു ദേശീയ ലോട്ടറി. അതിൻ്റെ ധനം സമാഹരിച്ചിട്ട് അവർ നൽകുന്നത് കമ്മ്യൂണിറ്റി ക്ലബ്ബുകൾക്കാണ്. നോർവേയിലെ നഴ്സറികൾ, സ്പോർട്ടിംഗ് നഴ്സറി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ക്ലബ്ബുകളാണ്. അപ്പോൾ ആ കമ്മ്യൂണിറ്റി ക്ലബ്ബുകളിലെ എല്ലാ മത്സരങ്ങളും എല്ലാ കായിക ഇനങ്ങളും പിന്നെയാണ് അവർ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് കുറേ എല്ലാത്തിനോടും ഒരു തുല്യമായ രീതിയിൽ, ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ആ നോർവേയിൽ അത് സംഭവിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്പോർട്ടിനും കൊടുക്കുന്നു. പിന്നെ ഈ സ്പോർട്ടുകളിൽ നിന്നൊക്കെ ഉള്ളൊരു ഗുണം അവർക്ക് മറ്റ് സ്പോർട്ടുകൾ വരുമ്പോൾ ഉണ്ട്. ഇപ്പോൾ ആളണ്ടിനെയൊക്കെ ഹാൻഡ്ബോൾ, ഈ സ്കീയിങ്ങും അതുപോലെ തന്നെ എല്ലാം കളിച്ചതിൻ്റെ ഒരു ഗുണം അദ്ദേഹത്തിന് ഫുട്ബോളിലുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ ഹാളണ്ടിനും കാൾസനൊക്കെ മുമ്പ് നോർവേ എന്നുള്ള പേര് കേട്ടത് പാതി സൂര്യൻ്റെ നാട് എന്നുള്ള ഒരു ടൈറ്റിലാണ്. അത്തരം ഒരു ടൈറ്റിൽ എങ്ങനെയാണ് അവർക്ക് വരുന്നത്? എന്താണ് അവരൊരു രാഷ്ട്രീയ നിലപാട്, അല്ലെങ്കിൽ എന്താണ് ലോകവേദിയല്ല ലോകത്ത്, അല്ലെങ്കിൽ ഒരു രാജ്യങ്ങൾക്കിടയിൽ എന്താണ് നോർവേയുടെ ഒരു സാന്നിധ്യം, നോർവേയുടെ ഒരു റോൾ എന്താണ് ബേസിക്കലി? ശരിക്കും പറഞ്ഞാൽ പാതിരാസൂര്യൻ്റെ നാട് എന്ന് പറയുന്നത് പാതിരാത്രിയിലും സൂര്യൻ അസ്തമിക്കാത്ത നാട് എന്നുള്ള രീതിയിലാണല്ലോ. അപ്പോൾ അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ സ്ഥിരം പഠിക്കുന്നത്, പാതിരാസൂര്യൻ്റെ നാട് നോർവേ, ഉദയസൂര്യൻ്റെ നാട് ജപ്പാൻ എന്നുള്ളത്. അപ്പം അത് സ്വാഭാവികമായിട്ട് അവരുടെ ഒരു ഉത്തര ധ്രുവത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യമായതുകൊണ്ടുള്ളൊരു ഭൂപ്രകൃതിയാണ്. ശരിക്കും നോർവേ നമ്മൾ ഡിഫൈൻ ചെയ്താണ് ഒരു സമാധാനത്തിൻ്റെ നാട് എന്ന് പറയണം. കാരണം ലോക സമാധാനത്തിന് അവർ നൽകുന്നൊരു വലിയ കാര്യമാണ്. അപ്പം പല തർക്കങ്ങളിലും അവരാണ് മധ്യസ്ഥരാവാറുള്ളത്. പിന്നെ നൊബേൽ പീസ് പ്രൈസ് നൽകുന്നത് ഓസ്ലോയിൽ വെച്ചാൽ, നോർവീജിയൻ തലസ്ഥാനം ഓസ്ലോയിൽ വെച്ചാൽ. അത് തിരഞ്ഞെടുക്കുന്നത് നോർവീജിയൻ പാർലമെൻറ്റാണ്. പിന്നീട് നമ്മുടെ ലോകസമാധാനത്തിനായി കൊണ്ടുവന്ന ഐക്യരാഷ്ട്രസഭയിൽ അവർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ട്രിഗ്വേലി നോർവേക്കാരനായിരുന്നു. ഐക്യരാഷ്ട്രസഭയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന രാജ്യങ്ങളിലൊന്നാണ് നോർവേ. അപ്പോൾ അവർക്ക് എണ്ണ നിക്ഷേപമുണ്ട്, സമ്പന്നമായ രാജ്യമാണ്, വലിയ ജനസംഖ്യയില്ല. അപ്പോൾ അവരത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ വിനിയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കായിക മേഖലയിലും ഈ നയതന്ത്ര മേഖലയിലും മാത്രമല്ല, സാഹിത്യത്തിലും അതുപോലെ തന്നെ ചിത്രവരയിലും. അപ്പം സാഹിത്യത്തിൽ ഹെൻറിക് ഇബ്സൺ, ലോക നാടകവേദിയിലെ ഏറ്റവും പ്രമുഖനായ ഹെൻറിക് ഇബ്സൺ നോർവേക്കാരായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡോൾസ് ഹൗസ് എന്നുള്ളത് നമ്മുടെ നാടക ചരിത്രത്തെ തന്നെ രണ്ടായിട്ട് മാറ്റിയൊരു നാടകമായിട്ടാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഭാവുകത്വത്തെ മാറ്റിമറിച്ചൊരു നാടകം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ പല മേഖലകളിൽ മികവ് തെളിയിക്കുക എന്നുള്ളത്, നമ്മൾ വൈക്കിങ്ങുകളെ കുറിച്ച് പറഞ്ഞ പോലെ അവർക്ക് പല മേൽവിലാസങ്ങളുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ നോർവേയെക്കുറിച്ച് പറയുന്നത് അവർക്കും പല മേൽവിലാസങ്ങളുണ്ട് അതാണ് സത്യം. അതായത് കായിക മേഖലയിൽ അവർ പല മേഖലകളിൽ അവരുടെ പ്രാഗൽഭ്യം തെളിയിക്കുന്നു, പൊതുവിലുള്ള മേഖലയിൽ തെളിയിക്കുന്നു, വൈക്കിങ്ങുകളുടെ ഒരു പാരമ്പര്യം അവർ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളത് പറയാം.